എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ ചാനലിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് LP UP സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സിൻ്റെ കണ്ടിന്യൂസ് വീഡിയോ ആണ്. അപ്പോൾ ഇതിനു മുൻപ് നമ്മുടെ ചാനലിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ കാണാത്തവരാണെങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രം ഇനിയുള്ള വീഡിയോസ് കാണാൻ ശ്രമിക്കുക. ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയ ടോപ്പിക്കായിട്ടുള്ള കേരള നവോത്ഥാനം എന്നുള്ളതാണ്. കേരള നവോത്ഥാനത്തിൽ ആദ്യം നമുക്ക് പഠിക്കേണ്ട വ്യക്തി എന്ന് പറയുന്നത് വൈകുണ്ഠസ്വാമികളാണ്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. വൈകുണ്ഠസ്വാമികൾ ജനിച്ചത് 1809 മാർച്ച് 12 അല്ലെങ്കിൽ 984 മീനം 1. അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം സോമിത്തോപ്പ്, കന്യാകുമാരിയിലെ ശാസ്താംകോയിൽ അല്ലെങ്കിൽ നാഗർകോവിലാണ്. വൈകുണ്ഠസ്വാമികളുടെ പിതാവിൻ്റെ നാമം പൊന്നുനാടാർ എന്നും മാതാവിൻ്റെ നാമം വെയിലാൾ അമ്മ എന്നുമാണ്. അദ്ദേഹത്തിൻ്റെ പത്നിയുടെ നാമം തിരുമാലമ്മാൾ. അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചത് 1851 ജൂൺ 3 അല്ലെങ്കിൽ 1026 ഇടവം 22. അദ്ദേഹത്തിൻ്റെ ബാല്യകാല നാമം മുടിച്ചൂടും പെരുമാൾ എന്നായിരുന്നു. മുടിച്ചൂടും പെരുമാൾ എന്ന് മാതാപിതാക്കൾ നൽകിയ നാമം സവർണ മേധാവികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി മുത്തുക്കുട്ടി എന്നാക്കേണ്ടി വന്നു. സമ്പൂർണ്ണദേവൻ, ശിവനാരായണർ, നാരായണ പണ്ടാരം, ദേവാദിദേവൻ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമികൾ. കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ആദ്യത്തെ ആൾ എന്നറിയപ്പെടുന്നതും നവോത്ഥാനത്തിൻ്റെ വഴികാട്ടി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ കൂടിയാണ് ഇദ്ദേഹം. കൂടാതെ വിഷ്ണുവിൻ്റെ അവതാരമാണ് താനെന്ന് സ്വയം പ്രഖ്യാപിച്ച നവോത്ഥാന നായകനാണ് വൈകുണ്ഠസ്വാമികൾ. ദക്ഷിണ കേരളത്തിലെ ചാന്നാർ അല്ലെങ്കിൽ നാടാർ സമുദായങ്ങളിൽ നവോത്ഥാന സന്ദേശം എത്തിച്ച നവോത്ഥാന നായകനാണ് ഇദ്ദേഹം. വൈകുണ്ഠസ്വാമികൾക്ക് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം തിരുച്ചെന്തൂർ. ജ്ഞാനോദയം ലഭിച്ച വർഷം 1833. അദ്ദേഹത്തിൻ്റെ പ്രധാന പരിഷ്കാരങ്ങളാണ്: തൂവയിൽ പന്തി കൂട്ടായ്മ സ്ഥാപിച്ചു. ഭക്ഷ്യവസ്തുക്കളായ അരി, ചെറുപയർ, കായ്കനികൾ തുടങ്ങിയവ ശേഖരിച്ച് പാകം ചെയ്ത് അവർണ സവർണ വ്യത്യാസം കൂടാതെ ഒരു പന്തിയിലിരുന്ന് ആഹാരം കഴിക്കുന്ന സമപന്തി ഭോജനം ഇദ്ദേഹം സംഘടിപ്പിച്ചു. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തുകയും ക്ഷേത്രങ്ങളിൽ നിലനിന്നിരുന്ന ദേവദാസി സമ്പ്രദായത്തെ എതിർക്കുകയും ചെയ്തു. ഊഴിയവേല എന്ന അടിമപ്പണി നിർത്തലാക്കാൻ പ്രയത്നിച്ച നവോത്ഥാന നായകൻ കൂടിയാണ് ഇദ്ദേഹം. സവർണ ജാതിക്കാർ ഉപയോഗിച്ചിരുന്ന കിണറുകളിൽ നിന്ന് വെള്ളം കോരാൻ താഴ്ന്ന ജാതിക്കാർക്ക് അവകാശമില്ലാതിരുന്ന കാലഘട്ടത്തിൽ എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും വെള്ളം കോരാൻ അദ്ദേഹം സോമിത്തോപ്പിലെ വൈകുണ്ഠ ക്ഷേത്രത്തിന് സമീപത്ത് മുന്തിരിക്കിണർ അല്ലെങ്കിൽ സോമിക്കിണർ സ്ഥാപിച്ചു. കൂടാതെ ക്ഷേത്രപ്രവേശന നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തുകയും നിശാ പാഠശാലകൾ സ്ഥാപിച്ച് വയോജന വിദ്യാഭ്യാസം എന്ന ആശയം നടപ്പാക്കുകയും ചെയ്തു. വേല ചെയ്താൽ കൂലി കിട്ടണമെന്ന മുദ്രാവാക്യം മുഴക്കിയ നവോത്ഥാന നായകനാണ് ഇദ്ദേഹം. അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യം അഖിലത്തിരുട്ട് എന്ന പുസ്തകത്തിലാണ് എഴുതിയിരിക്കുന്നത്. ശുചീന്ദ്രം ക്ഷേത്രത്തിലെ രഥത്തിൻ്റെ കയർ പരസ്യമായി വലിച്ച് അവിടുത്തെ ആചാരം ലംഘിച്ച നവോത്ഥാന നേതാവ് കൂടിയാണ് വൈകുണ്ഠസ്വാമികൾ. മേൽവസ്ത്രം ധരിക്കാനുള്ള അവകാശത്തിനായി മറ്റു നീതി നിഷേധങ്ങൾക്കുമെതിരെ ചാന്നാർ സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾ നടത്തിയ ചാന്നാർ ലഹളയ്ക്ക് ശക്തി പകർന്നത് വൈകുണ്ഠസ്വാമികളുടെ പ്രവർത്തനങ്ങളാണ്. ഇപ്പോൾ ചാന്നാർ ലഹള എന്താണെന്ന് നമുക്ക് നോക്കാം. കേരളത്തിലെ ആദ്യ സാമൂഹിക പ്രക്ഷോഭമാണ് ചാന്നാർ ലഹള. ചാന്നാർ ലഹള നടന്ന വർഷം 1859. ചാന്നാർ ലഹളയുടെ മറ്റൊരു പേര് മേൽമുണ്ട് സമരം. 1822 മേൽമുണ്ട് സമരത്തിന് നേതൃത്വം നൽകിയത് വൈകുണ്ഠസ്വാമികളായിരുന്നു. വൈകുണ്ഠസ്വാമികളുടെ നേതൃത്വത്തിൽ തിരുവിതാംകൂറിൽ നടത്തിയ മേൽമുണ്ട് സമരം 1859 ചാന്നാർ ലഹളയ്ക്ക് പ്രചോദനമായി.
ചാന്നാർ സമുദായത്തിലെ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായി തിരുവിതാംകൂറിൽ നടന്ന സമരമാണ് ചാന്നാർ ലഹള. ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അനുവാദം നൽകിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് അന്നത്തെ രാജാവായിരുന്ന ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയായിരുന്നു. അത് സംഭവിച്ചത് 1859 ജൂലൈ 26-നാണ്. ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്ത ചാന്നാർ സ്ത്രീകൾക്ക് കുപ്പായം കൊണ്ട് ശരീരം മറയ്ക്കാൻ അനുവാദം നൽകിയ ദിവാൻ കേണൽ മൺറോ ആയിരുന്നു. കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായി പരിഗണിക്കപ്പെടുന്നത് സമത്വ സമാജമാണ്. അതിൻ്റെ സ്ഥാപകൻ വൈകുണ്ഠസ്വാമികൾ. അദ്ദേഹം സമത്വ സമാജം സ്ഥാപിച്ചത് 1836-ലാണ്. ജാതിചിന്ത നിലനിന്നിരുന്ന കാലത്ത് മനുഷ്യരെല്ലാം സമന്മാരാണെന്ന ബോധം സൃഷ്ടിക്കുന്നതിനായി രൂപീകരിച്ച പ്രസ്ഥാനമാണ് സമത്വ സമാജം. സമത്വ സമാജം സ്ഥാപിക്കപ്പെട്ട സ്ഥലം ശുചീന്ദ്രം. വൈകുണ്ഠസ്വാമികൾ കൊണ്ടുവന്ന ധാർമ്മിക വിശ്വാസ വ്യവസ്ഥയാണ് അയ്യാവഴി. അയ്യാവഴി മതത്തെ പിതാവിൻ്റെ വഴി എന്നും അറിയപ്പെടുന്നു. അയ്യാവഴിയുടെ ചിഹ്നം തീജ്വാല വഹിക്കുന്ന താമര. 1008 ഇതളുകളാണ് ഈ താമരയ്ക്ക് ഉള്ളത്. അയ്യാവഴി മതത്തിൻ്റെ പുണ്യസ്ഥലം എന്നറിയപ്പെടുന്നത് ദച്ചന്നം അല്ലെങ്കിൽ തിരുച്ചെന്തൂർ. അയ്യാവഴിയുടെ ആരാധനാലയങ്ങൾ അറിയപ്പെടുന്നത് നിഴൽ താങ്കൾ എന്നാണ്. വിഗ്രഹങ്ങളില്ലാത്ത ആരാധനാലയങ്ങളാണ് നിഴൽ താങ്കൾ എന്നറിയപ്പെടുന്നത്. അയ്യാവഴി മതത്തിൻ്റെ ആഘോഷങ്ങളാണ് അയ്യാ വൈകുണ്ഠ അവതാരവും കൊടിയേറ്റ് തിരുനാളും. അയ്യാവഴിയുടെ പ്രധാന ക്ഷേത്രങ്ങളെ പൊതുവെ അറിയപ്പെടുന്ന പേരാണ് പതികൾ. വൈകുണ്ഠസ്വാമികൾ നിർമ്മിച്ച 5 പതികളാണ് സ്വാമിത്തോപ്പ് പതി, അമ്പലപ്പതി, താമരക്കുളം പതി, മുട്ടപ്പതി, പൂപ്പതി. വൈകുണ്ഠസ്വാമികളുടെ പ്രധാന പുസ്തകങ്ങളാണ് വാഴനടപ്പ്, അരുൾനൂൽ, ഉച്ചിനടപ്പ്, യുഗനടപ്പ്, അഖിലത്തിരുട്ട് അമ്മാനെ. ഇതിൽ അയ്യാവഴിയുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പുസ്തകമാണ് അഖിലത്തിരുട്ട് അമ്മാനെ. വൈകുണ്ഠസ്വാമികളെ സ്വാധീനിച്ച പ്രശസ്തമായ കൃതിയാണ് തിരുക്കുറൽ. തിരുവിതാംകൂറിലെ രാജാവിനെ അനന്തപുരിയിലെ നീചൻ എന്ന് വിശേഷിപ്പിച്ചതും തിരുവിതാംകൂറിലെ ഭരണത്തെ കരിനീച ഭരണം എന്ന് വിശേഷിപ്പിച്ചതും ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച ഭരണം എന്ന് വിശേഷിപ്പിച്ചതും വൈകുണ്ഠസ്വാമികളാണ്. വൈകുണ്ഠമല സ്ഥിതി ചെയ്യുന്നത് അത്തളവിളെ, കന്യാകുമാരി. വൈകുണ്ഠസ്വാമികളുടെ പ്രധാന ശിഷ്യനാണ് തൈക്കാടയ്യ. വൈകുണ്ഠസ്വാമികളുടെ അനുയായികൾ അറിയപ്പെടുന്നത് അൻപുകൊടി മക്കൾ എന്നാണ്. 5 പേരടങ്ങിയ വൈകുണ്ഠസ്വാമികളുടെ ശിഷ്യഗണം അറിയപ്പെടുന്ന പേരാണ് പഞ്ചപാണ്ഡവർ അല്ലെങ്കിൽ സീഡർ. അതിലുൾപ്പെടുന്നവരാണ് ധർമ്മസീഡർ, ഭീമൻ സീഡർ, അർജുനൻ സീഡർ, നകുലൻ സീഡർ, സഹദേവൻ സീഡർ. സ്വാതി തിരുനാളിൻ്റെ കാലത്ത് വൈകുണ്ഠസ്വാമികളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ പാർപ്പിച്ചിരുന്ന സ്ഥലം ശിങ്കാരത്തോപ്പ്, തിരുവനന്തപുരം. ജയിലിൽ താമസിച്ചിരുന്ന വർഷം 1838-ലായിരുന്നു. 110 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം ശിങ്കാരത്തോപ്പ് ജയിലിൽ നിന്നും സ്വാതി തിരുനാൾ തൈക്കാടയ്യയുടെ ഉപദേശപ്രകാരം വൈകുണ്ഠസ്വാമികളെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചു. മോചിതനായ വർഷം 1839 മാർച്ച് 26. മാർച്ച് 26-ന് ജയിലിൽ നിന്ന് വൈകുണ്ഠസ്വാമികളെ മോചിപ്പിച്ചതിനാൽ മാർച്ച് 26 കന്യാകുമാരി ജില്ലയിൽ പൊതു അവധിയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വൈകുണ്ഠസ്വാമികളുടെ പേരിലുള്ള സംഘടനയാണ് വൈകുണ്ഠസ്വാമി ധർമ്മ പ്രചരണ സഭ അല്ലെങ്കിൽ VSDP. സംസ്ഥാനത്ത് ലഹരി നിർമ്മാർജ്ജനം നടത്തുക, വൈകുണ്ഠസ്വാമികളുടെ ജന്മദിനമായ മാർച്ച് 12 പൊതു അവധിയാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിനു മുന്നിൽ VSDP നടത്തിയ സമരമാണ് നിലവിളി സമരം എന്നറിയപ്പെടുന്നത്. നിലവിളി സമരം നടന്ന വർഷം 2014 നവംബർ. വൈകുണ്ഠസ്വാമികളുടെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിച്ച തമിഴ് സിനിമയാണ് അയ്യാവഴി. അയ്യാവഴി സിനിമയുടെ സംവിധായകൻ നാഞ്ചിൽ PC അൻപഴകൻ.
ഈ സിനിമയിൽ വൈകുണ്ഠസ്വാമിയായി അഭിനയിച്ച നടനാണ് രാജ. ജാതി ഒന്ന്, മതമൊന്ന്, കുലം ഒന്ന്, ദൈവമൊന്ന്, ലോകമൊന്ന് എന്ന് പറഞ്ഞ വ്യക്തിയാണ് വൈകുണ്ഠസ്വാമികൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വൈകുണ്ഠസ്വാമികൾ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത്. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, മറ്റുള്ള കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യുക.